15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. Neethos Study Abroad. ഇവള് പൊതുവെ എടുത്തു കഴിക്കുന്ന സ്വഭാവം ഇല്ല. 18 വയസ്സ് 18 എന്നിട്ട് എപ്പോഴും വാരിത്തരലാണല്ലേ. പിന്നെ മമ്മ സിൽക്കളല്ലേ. നമ്മള് സ്റ്റേജിൽ ഭയങ്കര സീരിയസ് ആയിട്ട് വലിയ വലിയ പ്രഭാഷണങ്ങളൊക്കെ, അതായത് ഇപ്പൊ കാവുകളെ പറ്റി അങ്ങനത്തെ പ്രഭാഷണമൊക്കെ നടക്കിയിരിക്കും. അല്ല, എൻ്റെ അടുത്ത് ചോദിക്കാം എന്തിട്ട് ഇട്ടേക്കാണ്, ഞാൻ ഇത് പറയണോ? അപ്പൊ ഞാൻ പറഞ്ഞു പറയണം. ഫുൾ ടെക്സ്റ്റിംഗ് ആണ്, മുഖത്ത് ഭാവം കാണിക്കാൻ പറ്റില്ലല്ലോ. പുള്ളിക്കത്തി അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. അപ്പൊ കൊച്ചിനെ അനീഫോട് ചെന്നു, കൊച്ചിനീഫോടുന്ന് സിനിമ വന്നു കഴിഞ്ഞാൽ ശിവാനി എങ്ങനെ മാനേജ് ചെയ്യും? വരുന്നില്ലല്ലോ. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയും മറാത്തി. വേണ വിചാരിക്കണോ ഇവിടെ ഇരുത്തണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, എനിക്ക് വാ അടയ്ക്കാൻ പറ്റൂല. നമ്മൾ സെറ്റിലൊക്കെ ആണെങ്കിൽ സൈലൻസ് സൈലൻസ് ശിവാനി സൈലൻസ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശംസിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു അഭിനയ ഭാഗം ഏതായിരിക്കും? കേശു ശിവയുടെ ഇമോഷണൽ കോമ്പോസ് ഭയങ്കര രസമാണ്. ചെറുപ്പത്തില് ഇതുമാതിരി തന്നെ ഞങ്ങളിങ്ങനെ തല്ലുണ്ടാക്കി 2 റൂമൊക്കെ മാറി കിടന്ന് അങ്ങനെ ചെയ്ത് ഫലിപ്പിച്ചു എന്ന് ആൾക്കാർ കമന്റ് ചെയ്തത്. ആ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ശിവാനി എങ്ങനെ മാനേജ് ചെയ്യും? വിളിക്ക് വരുന്നില്ലല്ലോ. അല്ല ഇപ്പൊ കണ്ട കാര്യങ്ങളൊക്കെ വിളിക്കട്ടെ. വേണ വിചാരിക്കണോ ഇവിടെ ഇരുത്തണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇതിന് എല്ലാ സിനിമയിലൊക്കെ ഉള്ളവർ എന്താ വിചാരിക്കുക, ഫുൾ ടൈം ബിസി ആയിട്ടുള്ള ഒരാള് ഇയാൾ എങ്ങനെ വിളിക്കും? വിളിച്ചു കഴിഞ്ഞാൽ 100 കൂടെ എക്സ്ക്യൂസ് ഇങ്ങോട്ട് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ മേ ബി അങ്ങനെ. നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉപ്പുമുളക് എന്നുള്ളത് നമ്മളാക്കിയ ഒരു കാര്യമായതുകൊണ്ട് അതിനെപ്പോഴും ഒരു പ്രിയോറിറ്റി കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു വർക്ക് വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്തായാലും ചെയ്യും. അതെ, ലീവും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് നല്ലൊരു വർക്കാണ്, നല്ലൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് എത്ര ചെറിയ ക്യാരക്ടർ ആണെങ്കിലും നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ എന്തായാലും. ഈ അമ്മേനെ കൂടെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് അമ്മ തന്നെയാണോ എന്ന് രണ്ടാമത് പറയേണ്ട ആവശ്യം വരാറില്ലല്ലേ? അമ്മയും മോള് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നേ. ഹസ്ബൻഡിന്റെ അമ്മയുടെ ചായയാണ്. ആണോ? പക്ഷെ എനിക്ക് കാണുമ്പോ നിങ്ങൾ നെറ്റിയോണ്ട് മാത്രമാണ്. അല്ല, ആന്റിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ആന്റി? അതായത് മോളെ നടക്കുമ്പോ മോളുടെ അമ്മയായിട്ട് ആൾക്കാർ എല്ലാരും കാണുന്ന വേറൊരാളെ ആണല്ലോ. എന്താ അറിയോ പ്രശ്നം? ഇപ്പൊ ഒരു ഹോട്ടലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം നമ്മുടെ ആസ്വദിച്ച് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അതൊരു കാര്യം. നോക്കുമല്ലേ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മള് വില പേശുമല്ലോ. നോക്കും കാണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ എന്നെ അറിയുന്നുണ്ട്, കുട്ടികൾ പ്രത്യേകിച്ചും അറിയുന്നുണ്ട്. അപ്പൊ ഞാൻ ഞാനിപ്പോ മാസ്ക് ഒക്കെ വെച്ച് എവിടെയെങ്കിലും പോവാണ്, അമ്മ അങ്ങനെ മാസ്ക് ഒന്നും ഇടുന്നില്ല. അപ്പം അമ്മയെ കണ്ടിട്ട് ഇങ്ങനെ ചിലർ ഞാൻ ആദ്യം നോക്കി ആ കൊച്ചു തന്നെയാണോന്ന്, പിന്നെ പുറകിൽ അമ്മയെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ കൊച്ചു തന്നെയാണെന്ന് അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അമ്മയും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. അതെനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്താ പറയാ, നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അത് ശരിയാണ്. ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ശിവാനി എന്ത് സെലക്ട് ചെയ്യും? ഞാൻ ഇനി എടുക്കാൻ പോകുന്ന സൈക്കോളജി. ഓ ഡെഫിനറ്റ്ലി. അതിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആൾക്കാരെ കേട്ടിരിക്കാന്ന് പറയുന്നതല്ലേ ഏറ്റവും. അത് ഞാൻ പേഴ്സണലി ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, എനിക്ക് വാ അടയ്ക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഒരുപാട്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നു വാ അടച്ച് 2 മിനിറ്റ് ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ സെറ്റിലൊക്കെ ആണെങ്കിൽ സൈലൻസ് സൈലൻസ് ശിവാനി സൈലൻസ്. വിളിക്കുന്ന ഒരു പേര് ശിവാനിയുള്ളൂ. കാരണം ഒരു തരത്തിലും പാറുവിനെക്കാട്ടിലും കല്ലുവിനെക്കാട്ടിലും കുരുത്തക്കേട് എനിക്ക് അത് ചോദിച്ചാൽ അവർ പറയും. അത് 3ാമത്തെ സൈലൻസ് എനിക്ക് തന്നെ ആയിരിക്കും. കാരണം നമ്മളിങ്ങനെ ആയ സൈലൻസ് പിന്നെ ഉണ്ടല്ലോ പിന്നെ അതങ്ങനെ ശിവാനി ഈ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 10-20 എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടിയതും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചതും ശിവാനിയുടെ ഒളിച്ചോട്ടക്കഥ ആയതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ വല്ല സംഭവിച്ചാൽ ആന്റി എങ്ങനെ റിയാക്ട് ചെയ്യും? സംഭവിക്കില്ല. കോൺഫിഡൻസ്. അതെന്താ അറിയോ, എന്തായാലും എൻ്റെ അടുത്ത് പറയും. എന്ത് കാര്യമായാലും എൻ്റെ അടുത്ത് പറയും, അമ്മ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതെന്തായാലും പറയും. അപ്പം ഞാനും പിന്നെ അതിനെ അങ്ങനെ വലിയായിട്ട് വളച്ചു കൂട്ടി ഓടിക്കാനൊന്നും നിൽക്കൊന്നുമില്ല. കാരണം ഹസ്ബൻഡ് കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല.
അത് എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് എനിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അത് കണ്ടെത്തിയിരിക്കും. അതല്ല അത് വളച്ചൊടിച്ച് നശിപ്പിക്കാനാണെങ്കിൽ നമ്മൾ ആ ഒരു വഴിക്കും അങ്ങനെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് മെയിൻ കാര്യം ആണ്. അങ്ങനെയാണെങ്കിൽ ആന്റിയുടെ മനസ്സിലുള്ള ശിവാനിയുടെ കല്യാണം എങ്ങനെയാണ്? അതും കൂടെ ഒന്ന് അറിയട്ടെ. അമ്മയോട് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. ആക്ച്വലി എന്താ അറിയോ, ഞാൻ ഇപ്പോഴും +2 UKG. നമുക്ക് അങ്ങനെ ഞാൻ കല്യാണം അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഒട്ടും, അതായത് എപ്പോഴും പറയും അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക. അല്ലാണ്ട് അത് എത്ര പണക്കാരനായിക്കോട്ടെ, എന്താളായിക്കോട്ടെ, എന്ത് അതായത് ഒരു നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. നാളെ നിനക്കൊരു സിറ്റുവേഷൻ വന്നാലും ആ വ്യക്തിയോടൊപ്പം നിനക്ക് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റണം. അങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. അല്ലാണ്ട് എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ചെറുപ്പത്തിൽ ഞാനിപ്പോ എനിക്ക് മറ്റേ അത്രയും കാശുള്ള ഒരാളെ കേട്ടാൽ നമുക്ക് ചെറുപ്പത്തിൽ അങ്ങനത്തെ കുറെ ആദർശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ വെഡിങ് ഡ്രസ് ഒക്കെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തില്. ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് കുറെ മൂവീസ് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മളും ചെയ്തിട്ട് നമുക്കും ഉണ്ടായിരുന്നു. ആ ഒരു 5ാം ക്ലാസ്സിലൊക്കെ ഇവർക്ക് പറയുമ്പോ സാരി, അങ്ങനത്തെ സാരി, ഇങ്ങനത്തെ സാരി, എനിക്ക് പക്ഷേ അങ്ങനത്തെ ഗൗൺ, ഇങ്ങനത്തെ ലെഹങ്ക അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വെറുതെ എന്നിട്ട് ചെക്കനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ അപ്പൊ അമ്മ ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതായത് നീ എവിടേക്കാണോ എങ്ങോട്ടേക്കാണോ പോണേ അവിടെ നീ ഹാപ്പി ആയിരിക്കണം. അതിന് പറ്റുന്ന ആളെ കണ്ടുപിടിച്ചോ, അതിനുള്ള ടൈം നിനക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും ചിന്തിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല എനിക്കിപ്പോഴും ആ ഒരു ഇപ്പോഴും വലിയ ഉറപ്പൊന്നുമില്ല എനിക്ക് ചെക്കനെ കിട്ടുമെന്നോ. അല്ല അതല്ല, ഇപ്പോഴും ഭയങ്കര മെച്യൂരിറ്റി ഇവർ കാണിക്കുന്നുണ്ട്. എനിക്ക് അത്രയും മെച്യൂരിറ്റി ഒന്നും ഇഷ്ടമില്ല. അവരുടേതായ ഓരോ കാലഘട്ടങ്ങളും അവർ കുട്ടികളുടെ പോലെ തന്നെ അവർ വളർന്നതാണ്. ഗ്രാജുവൽ ഒരു വളർച്ച, അല്ലാതെ ഓടിപ്പോയി ഒരാളുടെ ഇപ്പോഴേ ഇവർ ഈ അഡൽട്ട് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഭയങ്കര മെച്ചൂർഡായി പിള്ളേരൊക്കെ. ഈ അഡൽട്ട് വേൾഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ചെറിയ പിള്ളേരോടൊക്കെ അവർ കൊഞ്ചുന്നതോ. അല്ലെ ഇപ്പൊ ഇന്നലെ തന്നെ ഞങ്ങളൊരു ഷൂട്ടിന് പോയപ്പോഴത്തേക്കും കല്ലു, ഞാനിപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെയാണ് കളിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പാറു, കല്ലു ഇവരൊക്കെയാണ്. അപ്പൊ അവരുടെ കൂടെ ഞാൻ ഇന്നലെ ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു. ഇന്നലെ ആദ്യം ഞങ്ങൾ കല്ലുമോള, അപ്പൊ കല്ലുവിൻ്റെ കൂടെ ഞാനും മോള് അവളെ അമ്മ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു മണിക്കൂർ അങ്ങനെ കളിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഞാൻ, അപ്പോഴും ഞാൻ അനിയത്തി അങ്ങനെയാണ് കേട്ടോ. ഞാൻ കുഞ്ഞ് അവളമ്മ, ഞാൻ അനിയത്തി അവള് ചേച്ചി. കുറെ കഴിഞ്ഞ് പിന്നെ അതൊരു മണിക്കൂർ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ വൈഫ് അവളെ ഹസ്ബൻഡ്. നമുക്ക് അപ്പൊ ഞാൻ വൈഫ് അവളെ ഹസ്ബൻഡ് ഒക്കെ വന്ന് കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കൊരു കുഞ്ഞു വേണ്ടേ. കല്ലു ഞാനും കൂടെ. അപ്പൊ ഞാൻ വൈഫ് അവളുടെ മറ്റേ വീഡിയോ കണ്ടിട്ടില്ല. അതായത് 9 മാസം കഷ്ടപ്പെട്ട് പ്രസവിച്ച കുഞ്ഞല്ലേ ഞാൻ, എനിക്ക് ഫ്രൂട്ടിയൊക്കെ വാങ്ങി തന്നൂടെ. ഞാനൊക്കെ ആ പ്രായത്തിൽ എന്ത് പറയോ. പക്ഷെ പിള്ളേരുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷെ ഇവരൊക്കെ അതല്ല, ഇവരൊക്കെ ഈ അഡൽട്ട് വേൾഡിൽ നിന്നിട്ട് വലിയ വലിയ സംഭവമല്ല, വായിക്കൊള്ളാത്ത ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും അത് അത്ര വേണ്ട ഇപ്പം നിങ്ങൾ ആ കുട്ടികളുടെ ഇതിൽ നിന്നാൽ മതി. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലും കല്യാണ കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. ഇപ്പോഴും കുട്ടിയായിരിക്കണം എന്നാലും അമ്മ പറയാം. മാൻഡേറ്ററി ആയിട്ട് അതിന്റെ മനസ്സിലുണ്ടാവില്ലേ ചില കാര്യങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആളായിരിക്കണം തീർച്ചയായിട്ടും എന്നുള്ളത്? അതെന്താന്നുള്ള കറക്റ്റ് അവർക്ക് അറിയാം. അതാണ് അവള് പറഞ്ഞത്. അങ്ങനെ അങ്ങനത്തെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, അത് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരു കലവിലാലിനെ അങ്ങനെ കാണിക്കാതെ ഒരു സംസ്കാരമുള്ള സംസ്കാരത്തിലാണ് ആന്റി പിടിച്ചേക്കണേ. ഞാൻ ഇന്നത്തെ ദിവസം 5ാമത്തെ തൊടി സംസ്കാരം കേൾക്കുമ്പോ അതായത് ചിലവരുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അവർക്ക് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാ പറയുന്നത്. അമ്മയുടെ വീട്ടുകാർക്ക് അങ്ങനെ ഷെയർ നമുക്ക് അങ്ങനെ പരമ്പരകളായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഇങ്ങനത്തെ ഒരു ഫാമിലിന്ന് ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഞാൻ ഇനി എന്റെ കുട്ടിക്കും കൊടുക്കും. ജനിച്ച കാലം തൊട്ടേ നിനക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ഈ സാധനം ഒട്ടിച്ചിട്ടാ. ഈ ഉപ്പുമുളകും പെട്ടെന്ന് ഒരു ദിവസം നിന്ന് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും ഇല്ല. നല്ല കുറച്ച് മെമ്മറീസ് ആയിട്ട് ഞങ്ങൾ ആ കമ്പനിയും ആ ഒരു ഫാമിലിയും പിന്നെ വളരും. ആ പരിപാടി നിന്ന് പോയാൽ ഞങ്ങളൊരു കുടുംബം അതെപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ദൈവം സഹായിച്ച് അതുപോലെ തന്നെ നല്ലൊരു പ്രോഗ്രാം വരും. ഉപ്പുമുളക് തന്നെ വീണ്ടും തുടങ്ങും. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ നിർത്തുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കില്ല എന്നൊരു വിശ്വാസം എപ്പോഴും അകത്തുണ്ട്. എവിടെ എത്രയൊക്കെ പോയാലും ഞങ്ങളുടെ പരിപാടി മുന്നോട്ടേക്ക് തന്നെ പോകും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശംസിച്ചിട്ടുള്ള ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു അഭിനയ ഭാഗം ഏതായിരിക്കും? അത് കേശു ശിവ
കേശു ശിവയുടെ ഇമോഷണൽ കോമ്പോസ് ഭയങ്കര രസമാണ്. ചെറുപ്പത്തില് ഇതുമാതിരി തന്നെ ഞങ്ങൾ തല്ലുണ്ടാക്കി 2 റൂമൊക്കെ മാറി കിടന്ന് അങ്ങനത്തെ ഒരു വിഷയത്തെ അതായിരുന്നു എനിക്കൊന്ന് ഇനീഷ്യലി ഞങ്ങൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയെന്ന്. അതും ആ പ്രായത്തിന്റെ പട്ടത്തിൽ ചെയ്തതാണ് കേട്ടോ. പക്ഷെ ആൾക്കാർക്ക് എന്തോ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്ത് ഫലിപ്പിച്ചു എന്ന് ആൾക്കാർ കമന്റ് ചെയ്തത് ആ ഒരു ഇതിലാണ്. പിന്നെ ഇതുപോലെ തന്നെ പഴം കഴിക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് പിന്നെ മറ്റേ ആ ഒരു കറുത്തവരെന്താ മോശമാണോ മറ്റേ നെൽസൺ മണ്ടേല അത് അങ്ങനെ അത് ഒരു ലോങ് ഡയലോഗ് ഒട്ട സ്ട്രെച്ചില് അത് കുറെ പേര് കമന്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഉപ്പുമുളകും എക്സാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മറ്റേ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണലായിട്ട് എനിക്കും കുറെ നാൾക്ക് ശേഷം അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കിട്ടിയൊരു എപ്പിസോഡ് അതായിരുന്നു. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. കുറെ നാൾക്ക് ശേഷം വൃത്തിക്ക് ഒരു കാര്യം ചെയ്ത് തീർത്തു. നമുക്ക് ആ ഒരു നമ്മുടെ കഥയാകുമ്പോഴത്തേക്കും നമ്മൾ ലീഡ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ആ ഇമ്പോർട്ടൻസ് എനിക്ക് കിട്ടിയെന്ന് തോന്നിയത് അപ്പോഴാണ്. അത് അമ്മ മകളിൽ ഭയങ്കര പ്രൗഡ് അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് അമ്മ മോളോട് പറയാറുണ്ടോ? ഇല്ലില്ല, അമ്പടോ അങ്ങനെയല്ല. നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും, ചീത്തെന്ന് തന്നെ പറയും. രണ്ടും പറയും. കാരണം ഇടയ്ക്കിടയ്ക്ക് അവളെ പ്രശംസിക്കണം കേട്ടോ. എന്താ പറയുക, പ്രശംസിക്കാന്ന് വെച്ചാൽ അതല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ വളർന്ന ഒരു കുട്ടിയാണ്. അപ്പം മോള് ഭയങ്കര സന്തോഷം അങ്ങനെയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു ലെവൽ വിട്ട് അങ്ങോട്ട് അഹങ്കാരം ഉള്ളിൽ കയറരുത്. അപ്പം ഞാൻ എപ്പോഴും താന്ന് നിന്നാൽ ഞാൻ താന്ന് നിൽക്കുന്നുമല്ല. ചിലപ്പം നമുക്ക് മനുഷ്യർക്ക് ചില സമയത്ത് എല്ലാം മാറിപ്പോയേക്കാം അപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന അത്രയും കാലം അവര് എല്ലാ കാര്യങ്ങളും ആദ്യം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നുള്ള രീതി മാത്രമാണ്. അതുകൊണ്ട് വലിയ എപ്പോഴും ഭയങ്കര ഹൈപ്പൊന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷെ എന്നാലും നീ മനസ്സിലാക്കിക്കോ, നിന്റെ അച്ഛനും അമ്മയും എല്ലാരും നിന്നിൽ വളരെ ഹാപ്പിയാണ്, വളരെ പ്രൗഡാണ്. എവിഡന്റ് ആയിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം അമ്മയുടെ അഭിപ്രായം കേൾക്കണം. ആ മൈൻഡിൽ ഞാൻ വണ്ടിക്കകത്ത് കയറത്തുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾക്ക് എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴും മുന്നിൽ അമ്മ എന്തായാലും ഇരിക്കുന്നുണ്ടാവും. ഏത് സ്കൂളോ എന്തോ ആയിക്കോട്ടെ ഫ്രണ്ടിൽ അമ്മയുണ്ടാവും. അപ്പം ഞാൻ ഒരു പാട്ട് പാടി തുടങ്ങുന്ന എന്താണെങ്കിലും ഒരു അക്ഷരം പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് ഞാൻ നോക്കിയിരിക്കും. കാരണം അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് അടുത്ത റെസ്പോൺസ് എന്താണ്. പുള്ളിക്കാരത്തിന്റെ ഇരിപ്പി നമുക്കറിയാം, ഇതൊരു നാശത്തിലേക്കാണ് പോകുന്നത്, മാറ്റി പിടിച്ചോ. അപ്പം ഞാൻ പറയും അടുത്തെടുക്ക, ഈ ആയിട്ട് ഓടി അടുത്തായിട്ട് എടുത്തോ, അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ ഇങ്ങനെ ഞാനാണെങ്കിൽ ഇരിക്കുന്ന വെച്ചാൽ നമുക്ക് ഭയങ്കര വലിയ സദസ്സൊക്കെയാണ്, പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് അങ്ങനെയല്ല എന്ന് വെച്ചപ്പോൾ വലിയ ഒരുപാട് MLA അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്ന വലിയ ചടങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ വർക്ക് കഴിഞ്ഞ് പോവാണെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ ഇരുന്ന് തൂങ്ങി അങ്ങനെ മുഖ്യ അതിഥി അല്ലെങ്കിൽ മേ ബി ആദരവൊക്കെ ആയിരിക്കും. അത് ഏറ്റവും അവസാനമാണല്ലോ അധ്യക്ഷൻ പ്രസംഗി തുടങ്ങി 1 മണിക്കൂറായിട്ട് ഈ പ്രസംഗം തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ഉറങ്ങി അപ്പൊ അമ്മ അവിടുന്ന് പിന്നെ എനിക്ക് ഇപ്പൊ ഫോൺ എന്നെ സ്റ്റേജിലോട്ട് കയറ്റാൻ സമ്മതിക്കത്തില്ല. ഫോൺ ഇങ്ങനെ കയറ്റുന്ന ഇതും ആയിട്ടില്ലല്ലോ. ഇപ്പോഴാണ് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോ ഫോണും കൊണ്ട് കയറുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നേരെ ഇരിക്കും ഫോണുമായിട്ടല്ലേ പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ന്യൂ ആയിട്ടുള്ളൊരു വിഷയമൊക്കെയാണ്. ഇപ്പം അമ്പലത്തിലൊക്കെ ആണെങ്കിൽ പ്രഭാഷണങ്ങൾ അങ്ങനത്തെ അമ്പലത്തിൽ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്താ ഒരു നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. പ്രഭാഷണം കേൾക്കാനൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. താഴേന്ന് ഇപ്പൊ ഇങ്ങനെ എങ്ങനെ ഒരു ഐഡിയ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് ഇവര് പറഞ്ഞത്, ഇതൊക്കെ ചേർത്ത് എന്തെങ്കിലും കൊണ്ടാക്കിട്ട് പോയി പറയണം. പുള്ളിക്കാരത്തി ആ പോയിന്റ് പറഞ്ഞു, അപ്പൊ ഈ പോയിന്റ് കൂടെ കൂടിട്ടോ. പിന്നെ ചിലപ്പോഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ബോറടിച്ചിങ്ങനെ ഒരാളെ ഫ്രണ്ടിൽ നിന്ന് ഉറങ്ങുന്നു. ഞാൻ അപ്പൊ തന്നെ വിളിക്കും, വാട്സാപ്പിൽ വിളിച്ചിട്ട് അതായത് നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. കോൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഉറങ്ങല്ലേ. പക്ഷെ നമ്മളെ ഫ്രണ്ടിലിരുന്ന് സുഖമായിട്ട് ഇങ്ങനെ ചാരൊക്കെ ഇരുന്ന് ഉറങ്ങിക്കളയും. അതുപോലെ തന്നെ പുള്ളിക്കാരുടെ മെയിൻ ഒരു വിനോദമാണ് സ്റ്റിക്കർ അയച്ചു കളിക്കുന്നത്. സ്മൈലി അല്ല, മറ്റേ സ്റ്റിക്ക്
gifts അല്ലേ? അതായത് ഇനിയെങ്കിലും നന്നായിക്കോട്ടെ ഈ സാധനമൊക്കെ നമ്മള് സ്റ്റേജിൽ ഭയങ്കര സീരിയസ് ആയിട്ട് വലിയ വലിയ പ്രഭാഷണങ്ങളൊക്കെ, അതായത് ഇപ്പൊ കാവുകളെ പറ്റി അങ്ങനത്തെ പ്രഭാഷണമൊക്കെ നടക്കിയിരിക്കും. നമ്മളിങ്ങനെ ഇനി എന്ത് പറയാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അല്ല എൻ്റെ അടുത്ത് ചോദിക്കുക, എൻ്റെ അടുത്ത് ഇട്ടേക്കാണ് ഞാൻ ഇത് പറയണോ? അപ്പം ഞാൻ പറഞ്ഞു ആ പറയണം. ഫുൾ ടെക്സ്റ്റിംഗ് ആണ്, മുഖത്ത് ഭാവം കാണിക്കാൻ പറ്റില്ലല്ലോ. പുള്ളിക്കാരി അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. അപ്പൊ കൊച്ചിനെ അനീഫ് ഇവിടെ നിന്ന് ചെന്നു, സ്റ്റേജിൽ ചിരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അയ്യോ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പുള്ളിക്കാരത്തിന്റെ മെയിൻ ഐറ്റംസ്. ഇറങ്ങി വന്നപ്പോ അമ്മ ഇമ്മാതിരി കാണിക്കരുതട്ടോ. വലിയ വലിയ പൂജാരികളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ അട്ടഹസിച്ച് ചിരിക്കാനും പറ്റില്ല. പക്ഷെ എന്തൊക്കെയാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, ഇത്ര നേരം അമ്മയോടും കൂടെ സംസാരിച്ചാല് മകളുടെ വിജയത്തിൽ അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ത്രൂ ഔട്ട് അമ്മ ഇങ്ങനെ കൂടെ നിന്ന് അമ്മ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മയുടെ എന്താ പറയാ അമ്മയുടെ സ്വപ്നങ്ങളെല്ലാം മകളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നതായിട്ടാണ് എനിക്ക് ഇതല്ലായിരുന്നു എൻ്റെ സ്വപ്നം. ആക്ച്വലി ഞങ്ങള് എൻ്റെ അച്ഛൻ ഭയങ്കര കലയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങളെ ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മയുടെ അമ്മ മദ്രാസിൽ സെക്രട്ടറിയിൽ ജോലി. അപ്പൊ അമ്മയുടെ അമ്മ അപ്പൊ അവർ നേരത്തെ മരിച്ചുപോയി. അപ്പം അമ്മയ്ക്ക് ഞങ്ങൾ ഭയങ്കര ഒരു ഗവൺമെന്റ് ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മയുടെ ആഗ്രഹം. അമ്മ പറഞ്ഞു ഓ കഷ്ടം ഇവർക്ക് ഒരു ജോലിയാണ്. അന്നേരം ഞങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷം ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി അടുത്ത തലമുറ ഒരു കാരണവശാലും ഈ കലാ ഫീൽഡിലേക്ക് വിടുന്ന പരിപാടിയില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കുക അത്രേ വേണ്ടു എന്നുള്ള രീതിക്കാണ് ഈ കഥയും കവിതയൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അതെല്ലാം പക്ഷേ ഇതിങ്ങനെയൊക്കെ വിട്ടുപോകുന്നു. പക്ഷെ അതെന്തായാലും അവൾ എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളിലേക്ക് അവൾ എത്തപ്പെട്ടിരിക്കുന്നു. ഉപ്പും മുളകും ഇത്രയും എപ്പിസോഡുകൾ 10 വർഷം വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഒരുപാട് പേർ വന്ന് പോയി അതിനകത്ത് സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു ചിന്തിച്ചിരുന്നവർ പോയി. എന്നിരുന്നാൽ പോലും വളരെ ശക്തമായ സാന്നിധ്യമായിട്ട് ശിവാനി അതിലുണ്ട്. ഇനി എല്ലാ കാലത്തും ഉപ്പുമുളക് എത്ര കാലം ഉണ്ടാവോ അത്രയും കാലം ശിവാനിക്ക് അതിലുണ്ടാവാൻ സാധിക്കട്ടെ. അമ്മയുടെ ഈ ഒരു സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. വിഷിംഗ് ബോത്ത് ഓഫ് യു വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. Nido's Study Abroad.